നിവിൻ പോളിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പ്രതിച്ഛായ എന്ന ചിത്രം ടൈറ്റിലും ട്രെയിലറും പുറത്തു വന്നതോടെ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ഒരു പക്ക പൊളിറ്റിക്കൽ ത്രില്ലറാണ് ചിത്രമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. മലയാള സിനിമയിൽ ഏറെ കാലത്തിന് ശേഷം എത്തുന്ന കരുത്തുറ്റ പൊളിറ്റിക്കൽ ഡ്രാമ എന്ന നിലയിൽ പ്രേക്ഷകർക്കിടയിൽ ഇതിനോടകം വലിയ പ്രതീക്ഷകൾ ഉയർന്നു കഴിഞ്ഞു ചിത്രത്തിന്. ബി ഉണ്ണികൃഷ്ണൻ വീണ്ടും തിരക്കഥാ രചനയിലേക്ക് മടങ്ങിയെത്തുന്ന ഈ ചിത്രം ശ്രീ ഗോകുലം മൂവീസും RD ഇലുമിനേഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത്. സമകാലിക കേരള രാഷ്ട്രീയത്തിലെ അധികാര വടംവലികളും അണിയറ നീക്കങ്ങളും പ്രമേയമാകുന്ന സിനിമയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന ചരിത്രപ്രധാനമായ സെക്രട്ടേറിയറ്റ് വളയൽ സമരം പോലുള്ള സംഭവങ്ങളുടെ റെഫറൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4000-ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളെയും 1000-ലേറെ പോലീസുകാരെയും അണിനിരത്തി തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി ചിത്രീകരിച്ച വമ്പൻ രംഗങ്ങളും ചിത്രത്തിന്റെ വലിയ പ്രത്യേകതയാണ്. സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റിയും ആക്ഷൻ രംഗങ്ങളും മലയാള സിനിമയിൽ ഒരു പുതിയ അനുഭവം സമ്മാനിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. നിവിൻ പോളിയുടെ മാസ് പ്രകടനം കാണാനായി ആരാധകർ കാത്തിരിക്കുമ്പോൾ തന്നെ ട്രെയിലറിലെ ചില രംഗങ്ങൾക്ക് ലൂസിഫർ, രാമലീല തുടങ്ങിയ ഹിറ്റ് രാഷ്ട്രീയ ചിത്രങ്ങളുടെ സാമ്യത സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുമുണ്ട്. സിനിമാ ജീവിതത്തിന്റെ 50-ാം വർഷത്തിൽ ബാലചന്ദ്രൻ മേനോൻ അതിശക്തമായ ഒരു കഥാപാത്രവുമായി തിരിച്ചെത്തുന്നു എന്നതും സിനിമയുടെ ഒരു പ്രധാന ഹൈലൈറ്റ് ആണ്. ഷറഫുദ്ദീൻ, സായ് കുമാർ, ആൻ അഗസ്റ്റിൻ തുടങ്ങിയ വൻ താരനിര അണിനിരക്കുന്ന ഈ ചിത്രം തിരഞ്ഞെടുപ്പ് കാലത്ത് റിലീസിനെത്തുന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ താല്പര്യം ജനിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ചിത്രത്തിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്നതിൽ പ്രമുഖർ അണിനിരക്കുന്നത് സിനിമയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ സിനിമ എങ്ങനെ സമീപിക്കുന്നു എന്നത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ തന്നെ ബി ഉണ്ണികൃഷ്ണൻ, നിവിൻ പോളി കൂട്ടുകെട്ട് ആദ്യമായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. രാഷ്ട്രീയ രംഗത്തെ ചതുരംഗ കളികൾ വെള്ളിത്തിരയിൽ കാണാൻ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. 100ഓളം ദിവസങ്ങൾ എടുത്ത് പൂർത്തിയാക്കിയ ചിത്രം വരാനിരിക്കുന്ന പെരുന്നാൾ റിലീസായി ഗംഭീരമായി തന്നെ തിയേറ്ററുകളിലെത്തും.